ദിവ്യകാരുണ്യത്തിന് അപ്പൊ ഈ 63 കൊല്ലം ഇവൾക്ക് ഭർത്താവില്ലാതെ വിധവയായി ഒറ്റക്ക് താമസിക്കുകയാണ്. ഈ വിധവയുടെ സ്പിരിച്വാലിറ്റി, ആധ്യാത്മിക ബന്ധങ്ങളെക്കുറിച്ച് പറയണത് എന്താണെന്നറിയാവോ? എന്താ പറഞ്ഞിരിക്കണത്? അവൾ ഒന്ന് ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം, പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകാതെ. ഭർത്താവില്ല, പിന്നെ എന്താ പറയണത്? 2:36-37 എന്താ പറയണത്? ലുക്ക ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്താ പറയണത്? വായിച്ചോളൂ. രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. എത്ര കാര്യങ്ങളായിരിക്കേ. ദേവാലയം വിട്ടുപോകാതെ, പിന്നെ എന്ത് ചെയ്ത് രാപകൽ, പിന്നെ എന്ത് ഏറ്റു പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. അപ്പൊ എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് ഇവള്? അതാണ് വിഷയം. എന്തിനാണ് ഇവള് സ്തുതിച്ചത്? ഭർത്താവിനെ നേരത്തെ വിളിച്ചതിനാണ് സ്തുതിച്ചത്. അതാ മക്കളെ ആരെയും കൊടുക്കാഞ്ഞുകൊണ്ടാണ് സ്തുതിച്ചത്. ഇവർക്ക് എന്താ ദൈവം കൊടുത്തത്? മക്കളെ കൊടുത്തില്ല. ഇപ്പം ചില ആൾക്കാർ മക്കളെ കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നാത്തിനാണ് പള്ളിയിൽ പോകാത്തത്, പള്ളിയിൽ പോണത്, എനിക്ക് ദൈവം മക്കളെ തന്നില്ല, എനിക്ക് ദൈവം ചെറുക്കനെ തന്നില്ല, എനിക്ക് ദൈവം പെണ്ണിനെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ്. എന്നിട്ട് ദൈവത്തോടെ എന്തിനാണ് ഈ മത്സരം കാണിക്കണത്, മത്സരം കാണിക്കണത്? ഒരു കാര്യമൊന്നുമില്ല. കാര്യം നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണത്. ഇപ്പം നമുക്ക് എപ്പോഴും ചിന്തിക്കണം നിങ്ങളെ, അതെ, നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിനക്ക് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണത്. ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ജൂബിലിയാണ്, ഡിസംബർ 27 അദ്ദേഹം ഇവിടെ ജൂബിലിക്ക് കുർബാന ചെല്ലുന്നുണ്ട്. കഴിഞ്ഞ പോലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത് പള്ളിയിൽ താമസിക്കുന്നുണ്ട്, ഫാദർ ജോസഫ് കിഴങ്ങാടൻ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ, കോട്ടയം രൂപക്കാരനാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത്, മൈനസ് സെമിനാരിൽ, അല്ല മേജർ സെമിനാരിൽ. അപ്പോൾ പുള്ളി അധ്വാനബാഹുവാണ്. അപ്പം എനിക്ക് ഈ രാത്രി 2 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ചെറിയതായിട്ട് സിയസ്തയ്ക്ക് വരും, ചെറിയ ഉറക്കത്തിന് വരും. ഉറക്കത്തിന് വരുമ്പോൾ ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോരും. അപ്പോൾ ഇഴങ്ങാണ് 1/2 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. വരുമ്പോൾ എടാ ഓപ്പേ കിടന്നല്ലേ. അപ്പോൾ നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഒരു കീറിയ ബനിയനൊക്കെ ഇട്ട് നെഞ്ചും കൊട്ടത് പുറത്ത് കാണാം, ബനിയനും കാണാൻ പറ്റും, നെഞ്ചും കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു എടാ ഓപ്പേ ആരോഗ്യമില്ലാത്തതിന് യൗവനമില്ലടാന്ന് പറയും. പുള്ളി പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. അപ്പോൾ ആരോഗ്യമില്ലാതൊക്കെ യൗവനമില്ലടാന്ന് പറയും. പുള്ളി എന്നിട്ട് മസിലേക്ക് കാണിക്കാൻ എടുത്തു, ഇങ്ങനെ പുള്ളിക്ക് നല്ല ആരോഗ്യമാണ്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല, എനിക്ക് 1 കൊല്ലം അച്ഛനായാൽ മതി. ഞാൻ രാത്രിയാകുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കിഴങ്ങാടിനോട് സന്തോഷത്തെ സംസാരിക്കുമെങ്കിലും എനിക്ക് ഉള്ളിൽ സങ്കടം വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമില്ല, ഇപ്പോഴും വലിവ് വന്നുകൊണ്ടിരിക്കും, വലിവും ക്ഷീണമൊക്കെ വരും, എപ്പോഴും വരും, മിക്കവാറും ആശുപത്രിയൊക്കെ പോകും. അപ്പോൾ ഞാൻ രാത്രി എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ രാത്രി ഒരു 2 മണിയാകുമ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവിടെ കോറിഡോറിൽ പോയി നിൽക്കും. അപ്പോൾ പെരിയാർ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പെരിയാർ നോക്കി നിലാവത്ത് ട്രെയിൻ വരണ വരെ പ്രാർത്ഥിക്കും, 3 മണി വരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ കിഴങ്ങാടാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആരോഗ്യമില്ല, യൗവനമില്ല, മിക്കവാറും ഞാൻ ചത്തുപോകുമെന്ന് പറയും. പക്ഷേ എന്നാലും കർത്താവ് എനിക്ക് 1 കൊല്ലം കുർബാന ചെല്ലണമെന്ന് പറയും. 1 കൊല്ലം കുർബാന ചെല്ലാൻ വേണ്ടി ഞാൻ എത്രയോ രാത്രികളിൽ കർത്താവുമായിട്ട് കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടേ. അപ്പോൾ എന്താ പറയണത്? കർത്താവ് 1 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 38ാമത്തെ കൊല്ലമല്ലേ ഞാൻ നിൽക്കണത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കില്ലാഞ്ഞ എന്താണ്? ആരോഗ്യം. അപ്പോൾ ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കർത്താവ് പറഞ്ഞു, നിൻ്റെ ആരോഗ്യം ഞാനാണ് നിൻ്റെ ബലം. അപ്പം നിൻ്റെ ആരോഗ്യം ഞാനായി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണതെല്ലാം എൻ്റെ ബലത്തിലാണ് നീ ചെയ്യണത്. എൻ്റെ ദൈവത്തിനെ ഓർക്കണം, നിനക്ക് ഭർത്താവില്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, നിനക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ്, മക്കളില്ലെങ്കിൽ ആ 2-3 സ്ഥലത്തും കർത്താവ് തന്നെയാണ് ഉള്ളത്. കൈയടിക്കട്ടെ, സുരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇത് തന്നെയാണ് ഈ അന്നയുടെ പ്രശ്നം. അന്ന താരുണ്യം മുതൽ 12 വയസ്സ് മുതൽ 7 വർഷം വരെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. പിന്നെ ഭർത്താവ് മരിച്ചു. അവൾ പിന്നെ എന്ത് ചെയ്തേ? ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിനെ വെച്ചു. അത് നിസ്സാരമല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഭംഗിവാക്ക് പറഞ്ഞതല്ല, കർത്താവിൻ്റെ വെളിപ്പാട് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ 54:9 വായിക്കുമ്പോൾ ഐസയായില്ല, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യേശയ്യ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്.
സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. അതായത് ചില വിധവകൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള വചനമാണിത്. എന്താണ്? ഞാൻ വീണ്ടും ചെറുപ്പക്കാരികളായ വിധവകളോട് ചില സമയത്ത് ഞാൻ മക്കളെ ഇനി കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ചിലരെന്നോട് പറയും, അച്ഛാ ഐസയാ 54:5. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താ പറയണത്? എൻ്റെ കർത്താവാണ് എൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാനത്ത്, ഭർത്താവ് നഷ്ടപ്പെട്ട സ്ഥാനത്ത് കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകും. എന്നാൽ ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയും. അവർക്ക് ദേ ആർ ലിവിങ് ആസ് ഇഫ് ദർ ഈസ് എ ഹെൽത്തി ഹസ്ബൻഡ് അബൈഡ് വിത്ത് ദം. അവർക്ക് ജീവനുള്ള ഭർത്താവ് അവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആന്തരികമായ തൃപ്തിയോടുകൂടിയാണ്, അവർക്കൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അവർക്ക് അനുഭവിച്ചിരിക്കണത്. ഇപ്പോൾ കന്യാത്വം, ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിങ്ങളവർക്ക് അതൊരു മെക്കാനിക്കൽ പരിപാടിയൊന്നും അല്ലത്, അതൊരു അനോയിൻറ്റിങ് ആണത്. ഇപ്പം ഞങ്ങൾ സന്യസ്തരായ കന്യകമാരും കന്യാസ്ത്രീമാരും ഞങ്ങളെ ബ്രഹ്മചര്യ അച്ഛന്മാരും ഉണ്ട്. എന്താ സംഭവം? അതായത് ഈ മേഖലയെ ഒരു അഭിഷേകം തരും കർത്താവ്. ഈ അഭിഷേകം തന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആന്തരിക അഭിവാഞ്ചകളുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകം വിജയം പ്രാപിക്കും. ആവശ്യമില്ലാത്ത ചിന്തകളോ അതുപോലെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പൊതിച്ചിലെ ഈ വിഷയത്തിലുണ്ടാവും. ഇത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയുടെ സംഭവമാണിത്. ഇത് മെക്കാനിക്കലല്ല, ഇത് നമ്മൾ ട്രെയിൻഡ് അല്ല, ഒന്നുമല്ല. ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണമല്ല. അത് നമ്മൾ ദൈവതിരുസന്നിധിയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലിക്ക് പറ്റിയ ഒരു ജീവിത രീതിയും മാനസികാവസ്ഥകളും ശാരീരികമായിട്ടുള്ള ഒരു ആന്തരികമായ അഭിഷേകവും ശക്തിയും ദൈവം തരും. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ വിഷയവും അഭിഷേകത്തിൽ നിലനിൽക്കുന്നതാണ്. മുഴുവൻ കാര്യങ്ങൾ എന്ത് നിനക്ക് ആബ്സെൻസ് ഉണ്ടോ അവിടെ എല്ലാം അനോയിൻറ്റിങ് ഉണ്ട്. എവിടെയല്ല, അതായത് അനോയിൻറ്റിങ് ഉണ്ടെന്ന് വെച്ചാൽ അനോയിൻറ്റിങ്ങിൻ്റെ സാധ്യതയുണ്ട്. എല്ലാത്തിൻ്റെ ആബ്സെൻസിനെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസാണ് അതെല്ലാം. ഇപ്പം നിൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിച്ചോ? ഇപ്പം എന്തുകൊണ്ടാണ് ഞാൻ ചോട്ടെ, ഗീതാകുമാരിക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് രാജൻ എന്ന് പറയുന്ന അവളുടെ ഭർത്താവിന് ടെൻഷനുള്ളത്? അനോയിൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. ഇത്രയും തകർന്ന് വീടും വിറ്റ് പോയിരിക്കുകയാണ്. നാട്ടിൽ ചെന്നാൽ കയറി കിടക്കാൻ വീടില്ല. പക്ഷെ അപ്പോഴും അതിൻ്റെ അഗ്നി ഇവളെ അനുഭവിക്കണില്ല, അയാൾ അനുഭവിക്കുന്നുണ്ട്. നീ എന്തോർത്തിട്ടാണ് ഇങ്ങനെ കിടന്നിട്ട് തുള്ളണത്? നിനക്കത്തിൽ കൂടി പോകുന്നുണ്ട് അയാൾ പറയണത്. നിനക്ക് തലക്ക് വെളിവില്ലേ? നിനക്കത്തിൽ കൂടി പോകുന്നുണ്ട്. നമുക്ക് വീടില്ലെന്ന് നിനക്ക് അറിയാവാ? ചെന്ന് കയറി കിടക്കാൻ ഇടവില്ല, കട്ടിലില്ലെന്നറിയാം, കണ്ടവൻ്റെ കയ്യിലായി പോയി അറിയാവോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കേ. മാതാവ് നമുക്കൊരു കാര്യം ചെയ്താൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, നിൽക്ക്. ഇങ്ങനെ ഇത്രയും കിടന്ന് വെട്ടയാളുമ്പോൾ അവർ പറഞ്ഞ് നിൽക്ക്, മാതാവ് നമുക്കൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ആന്തരിക ബോധ്യമെന്ന് പറയണത്. ഇത് വല്ലാത്തൊരു സംഭവമാണ്. വീടില്ല, നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കിടക്കാനുള്ള കട്ടിൽ കണ്ടവൻ്റെ കൈ ഇരിക്കുക, അന്യാധീനപ്പെട്ടു പോയി. എന്നിട്ടും വിട്ടുകൊടുക്കാത്ത തോൽക്കാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് ഈ അനോയിൻ ചെയ്ത ലേഡി അങ്ങ് നിൽക്കുകയാണ്. ഉടമ്പടി എന്ന് പറയുന്നത്, ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഇത് ആരല്ല പ്രവർത്തിച്ചിരിക്കുന്നത്? ഗീതാകുമാരി എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഹാൻഡ്സിലാണ് ഇത് പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫ്രഷ് ഹാൻഡ്സൊക്കെ ഇത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയും നിറയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യസന്ധത എന്തുമാത്രം ഡീപ്പാണ്. എന്നുവെച്ചാൽ കൂടെ ഉള്ളവനെ നിൽക്കാൻ കർത്താവ് എന്താ പറഞ്ഞത്? അഗ്നിയിലൂടെ നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 43:2 ഐസയ ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന, യേശുവേ നന്ദി, മഹത്വം മഹത്വം. ഹല്ലേലൂയ. യേശയ്യ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ, സമുദ്രത്തിലൂടെ കണ്ണീരിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഇതാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അഗ്നിയിലൂടെ നടക്കാം, കടങ്ങളുണ്ടാകാം. ഇത്രയും നാളെ കിടന്നുകൊണ്ടിരുന്ന കട്ടിൽ പോലും കണ്ടവൻ്റെ പൂട്ടിൻ്റെ ഉള്ളിലായിപ്പോയി. നാട്ടിൽ ചെന്നാൽ കിടക്കാൻ ഇടയില്ല. എങ്കിലും ആ പൊള്ളൽ നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും ജ്വാല നിന്നെ ദഹിപ്പിക്കുന്നില്ല. എന്താ കാര്യം? സാന്ത്വനത്തിൻ്റെ ശക്തി ഇവളെ ദൈവം പൊതിയാണ് ചെയ്യണത്. ഇത് നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ അഗ്നിയിലൂടെ നടക്കും, അത് നിന്നെ വിഴുങ്ങത്തില്ല, ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല.
ഇതിനെല്ലാം കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഓരോ വേടിനും. ആ വേടൊക്കെ വായിക്കുമ്പോൾ നിങ്ങളവർക്ക് ഈ വചനം വായിക്കുന്നതിൽ നിന്ന് ആർക്കും എക്സെപ്ഷൻ ഇല്ല കേട്ടോ. കുമ്പസാരിക്കാനൊക്കെ എക്സെപ്ഷൻ ഉണ്ട്, പക്ഷെ വചനം വായിക്കുന്നതിൽ ആർക്കും ഒഴിവ് കഴിവില്ല. കാര്യം എന്താണ്? വചനം വായിക്കുക വഴി, അരമണിക്കൂർ വചനം വായിക്കുക വഴി നിങ്ങൾ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കാനും നിങ്ങളുടെ വിഷയം ദൈവം ടേക്കപ്പ് ചെയ്യണവരെ നിലനിന്ന് പോകാനുള്ള നിലനിൽപ്പിൻ്റെ വരമാണ് വചന വായനയുടെ ഉടമ്പടി നിങ്ങൾക്ക് നൽകണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് വചനം വായിക്കാനുള്ള ആന്തരിക അർത്ഥങ്ങൾ വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് കിടക്കുന്ന ജീവിത ദുരിതങ്ങൾ, ജീവിത ക്ലേശങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസ്ത്ര പ്രാർത്ഥനയാണ് നടക്കാൻ പോകുന്നത്. ഇത്രയും നേരം കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയായിരുന്ന സാധാരണ മനുഷ്യർ പോലും ബലം പ്രാപിക്കണം നമ്മൾ കാണുന്നുണ്ട്. സാധാരണ മനുഷ്യ ജീവിതത്തിൽ പോലും കർത്താവ് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇടപെടുന്ന മഹത്തായ ഉടമ്പടിയുടെ ഭാഗമാകാൻ ദൈവം ഇടയാക്കിയതിനെ കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടി എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയുന്നു. കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കൈ ശിരസ് വലത് കര ശിരസിൽ വെച്ചും ഇടത് കൈ നെഞ്ചത്ത് ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ പ്രാർത്ഥനയിൽ മാതാവിൻ്റെ തിരുമുഖം ഒത്തിരി പേർ ദർശനമായിട്ട് കാണും. ഇതൊരു ദർശനത്തിന് ഒരു സജഷൻ പറയുകയല്ല, മറിച്ച് ഞാനിപ്പോൾ ഈശോയുടെ മുഖം കേവലമായിട്ട് മാതാവിൻ്റെ മുഖം കണ്ടതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പോകുന്നു എന്നുള്ള സൂചന ആത്മാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. മൂക്കിൽ നിന്ന് ചോര വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യത്തേക്ക് നയിക്കുന്നുണ്ട്. കണ്ണിനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വെക്കുകയും കരുകരിക്കുകയും കാഴ്ച മങ്ങുകയും ചെയ്ത മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പയസ് എന്ന് പേരുള്ള വ്യക്തിയെ പേര് ചൊല്ലിക്കൊണ്ട് കർത്താവ് നെഞ്ചിന്റെ ഭാരങ്ങളെ മാറ്റുന്നുണ്ട്. അതായത് മുന്തിരിക്കൊല പോലെ ശരീരത്തിൽ എവിടെയൊക്കെ ചില ഈ ഗ്രന്ഥികള് രോഗാതുരമായിരുന്നത് കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. ശ്രുതിക്കട്ടെ. അണ്ടവാഹിനികളെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഒരു സ്ത്രീയാണ്, അവരുടെ അണ്ടം ഡെഡായിട്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ അസുഖം അണ്ടം ചത്തുപോണതാണ്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രുതിക്കട്ടെ. ശിരസിൽ കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. വയറ്റിൽ നീര് അതുപോലെ വയറിൻ്റെ താഴെയല്ല മേൽ വയറിലാണ് നീര് കാണുന്നത്. വയറ്റിൽ നീരുള്ളവരെ കർത്താവിൻ്റെ തിരുമുറുവാന്ന വലതുകാലം സ്പർശിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ അവർ ശ്രുതിക്കട്ടെ. അപ്പോഴവർ സൗഖ്യപ്പെടുന്നത് കർത്താവിൻ്റെ തിരുമല സാക്ഷികളാണ്. എൻ്റെ മക്കളെ, വളരെ നല്ല ഒരു സമയത്തേക്ക് കർത്താവ് ജീവനോടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. വീണ്ടും വലത് കണ്ണ് അത് കാഴ്ചയില്ല. ശരിക്കും പറഞ്ഞാൽ അത് കാഴ്ച മങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ആ കണ്ണിനെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിച്ചു. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതലേ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. തൈറോയ്ഡ് ഗ്രന്ഥികളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അഡ്രിനൽ ഗ്രന്ഥികളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. പീയൂഷ ഗ്രന്ഥികളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ രോഗോത്തരമായ ക്യാൻസർ കോശങ്ങളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരവിച്ച കാലുകളിലെ പേശികളിൽ ഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇടിമുഴക്കം പോയ കർത്താവിന് ശക്തി ഒഴുകട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധനയോടെ മഹത്വപ്പെടുത്തണമേ. ആരാധന.
സദയം തൊടേണേ സുഖമായി എന്നെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എന്നെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കുരുക്കളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുരുക്കൾ, ശരീരത്തിലെ കുരുക്കളുള്ളവരെ, ഇടയ്ക്കൊക്കെ വേദനിക്കുന്ന ഒറ്റ ഊളച്ച കുരുക്കൾ ഇങ്ങനെ വന്ന് പൊന്തിയിട്ട് വല്ലാത്ത വേദന തോന്നും. കുറച്ച് കഴിയുമ്പോൾ ചൊട്ടിപ്പോകും. ശരീരം ആസകലം മുതുകിലൊക്കെ കുരുക്കളുള്ളവർ, ചൂടിൻ്റെ അല്ലാത്ത കുരുക്കളുള്ളവർ, ചൂട് കുരുക്കളുള്ളവർ, ശരീരം അഴുകുന്ന പോലെയുള്ള അസുഖമുള്ളവർ, തൊലി ഞെറിഞ്ഞു വരുന്ന അസുഖമുള്ളവർ, സോറിയാസിസിൻ്റെ അസുഖമുള്ളവർ, കർത്താവെ നിൻ്റെ ഉന്നതമായ നാമത്തിൽ തിരുമുറുപാടുന്ന വലതുകരം, അണപ്പെടുതാർന്ന അത്ഭുതകരം കർത്താവെ ത്വക്ക് രോഗികളെ സ്പർശിക്കണമേ. എല്ലാ കോശങ്ങളിലും പേശികളിലും ത്വക്കുകളുടെ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. രക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി തീർക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, സ്രാവരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന സ്രാവരോഗങ്ങൾ പലതരമുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് വയറ്റിൽ നിന്ന് കൺട്രോളില്ലാതെ പോകുന്നവരെ കുറിച്ചാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഈ കണ്ണീര് വല്ലാതെ എപ്പോഴും കരയണ രീതിയിൽ കണ്ണീര് വരുന്നുണ്ട്. കണ്ണീരില്ലാത്ത ആൾക്കാരുണ്ട്. ചില കണ്ണിന് വർഷങ്ങളായിട്ട് കരയാത്തവരും കണ്ണീരില്ലാത്തവരുണ്ട്. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ട്. എപ്പോഴും നോള വഴിയിൽ നിന്ന് തുപ്പൽ ഒഴുകി വരുന്നവരുണ്ട്. കൺട്രോളില്ലാതെ ഇങ്ങനെ വെള്ളം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. ശരീരത്തിന് അറ്റവും അറുതിയില്ലാത്ത വേർത്ത് പോകുന്ന ശരീരമുണ്ട്. എപ്പോഴും വേർത്തോണ്ടിരിക്കുന്നവരുണ്ട്. വേർപ്പ് ഗ്രന്ഥികളില്ലാത്തവരുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ അടയാളത്തിൽ എല്ലാ ഗ്രന്ഥികളുടെയും എൻഡോക്കളെയും ഗ്രന്ഥികളെ ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന ആരാധന. സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, എപ്പോഴും ജലദോഷം വരുന്നവരെ, ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ മൂക്കടഞ്ഞു പോകുന്നവരെ, തൊണ്ട എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാകുന്നവരെ കാര്യം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മാംസം വളരുന്നവർ, നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോഴേ വയറ്റിൽ മുഴയുള്ളവരെ കർത്താവ് കാണിച്ചു തന്നായിരുന്നു. പറയാൻ മറന്നു പോയതാണ്. ആ വ്യക്തികളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തോ രോഗത്തിന് വേണ്ടി വെള്ളപ്പൊടി ടീസ്പൂണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ രോഗങ്ങളെ ഇനി പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സൗഖ്യം നൽകണമേ നാഥാവരേണമേ എന്നിൽ നിറയണമേ നാഥാവരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, കർത്താവിൽ സന്തോഷിക്കാൻ നിന്നോട് ഈശോ ആവശ്യപ്പെടുന്ന നിന്റെ ഒരു കാര്യം പോലും കർത്താവ് അവഗണിക്കുകയില്ല. അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ അലർജി, പൊടിയുടെ അലർജി, കാലാവസ്ഥ ഭേദത്തിൻ്റെ അലർജി, അങ്ങനെ വ്യത്യസ്തമായ അലർജി രോഗമുള്ളവരെ, അലർജി രോഗങ്ങൾ കാരണം വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ
വാതരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വാതരോഗമുള്ളവരെ, എപ്പോഴും ശരീരത്തിന് നീർക്കെട്ടുള്ളവരെ, കൈകൾ അനങ്ങാൻ പറ്റാത്തവർ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അരമണിക്കൂർ ഒരു പണിയും ചെയ്യാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. കിടക്കുമ്പോൾ തന്നെ പേടിയായിട്ടുള്ളൊരു ദുസ്വപ്നം കാണുമോ, അല്ലെങ്കിൽ എപ്പിലെപ്സി ഉണ്ടാകുമോ, ഫിക്സ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വ്യസനിക്കുന്നവരുണ്ട്. മക്കൾക്ക് രാത്രി വേദന ഉണ്ടാകുമോ, അവർക്ക് സിൻഡ്രോം ഉണ്ടാകുമോ, ഡൗൺ സിൻഡ്രോം ഉണ്ടാകുമോ, അങ്ങനെ ഓർത്ത് വിഷമിക്കുന്ന ഗർഭിണികളുണ്ട്. എല്ലാവരും സഹോദരി പ്രാർത്ഥിക്കുക. സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലാണ് നീ. അവൻ്റെ നാമം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് മരണത്തെപ്പോലും ജയിച്ച നാമത്തിൻ്റെ ഉള്ളിൽ മാരക രോഗങ്ങൾ, വൈകല്യങ്ങൾ ആ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, എൻ്റെ കാര്യം ഇപ്പം അച്ഛൻ പറയണമേ എന്ന് പറഞ്ഞ് അവരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ബോട്ടിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, വാഹനത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ജപ്തി നടപടിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, സാമ്പത്തിക കടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ വീശി അടിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, വ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നമ്മുടെ താടിയുടെ താഴെയുള്ള കുറേ ഗ്രന്ഥികളുണ്ട്. എന്ത് ഗ്രന്ഥിയാണെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവ് ഇത് കാണിച്ചു തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ താഴേക്കുള്ള കീഴ്ത്താടിയുടെ ഭാഗങ്ങളിലുള്ള രോഗങ്ങളെ കർത്താവ് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നു. ശ്രദ്ധിക്കട്ടെ. വിവാഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്ന, വിവാഹിതർക്ക് വേണ്ടി മാത്രമല്ല, ഒരു താലിയും ഒരു കഴുത്തുമാണ് കർത്താവ് കാണിക്കുന്നത്. അത് വിവാഹം കഴിച്ചവർക്ക് വേണ്ടി കൂടിയാകാം. വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിവാഹത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം. അതേസമയം തന്നെ അങ്ങനെ ചിലപ്പോൾ വേറെ പിരിഞ്ഞ് പോയവരാകാം, അല്ലെങ്കിൽ ഡൈവേഴ്സിൻ്റെ വക്കിലെത്തിയവരാകാം, അല്ലെങ്കിൽ കേസ് പ്രതീക്ഷിക്കുന്നവരാകാം. കർത്താവെ, ജീവിക്കുന്ന ദൈവമേ, കണ്ണീര് കൊണ്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള ജീവിതത്തിൽ തൃപ്തിയില്ലാത്തവർ, സന്തോഷമില്ലാത്തവർ, ജീവിതം തകർന്നല്ലോ എന്നോർത്ത് കണ്ണീർപ്പെടുന്നവർ, ജീവിത പങ്കാളി കണ്ടെത്താൻ കഴിയാത്തവർ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കണ്ണെച്ചൊരിയട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾ അബോർഷൻ നടന്നു പോയവരെ, 3-4 അബോർഷൻ നടന്നിട്ട് ഇപ്പോഴും മക്കളില്ലാതെ ജീവിക്കുന്നവരെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിഷമം അനുഭവിക്കുന്നവരുടെ മേൽ കർത്താവെ, നിന്റെ തിരുമുറുപാടുന്ന അണിപ്പെടുത്താറുന്ന അത്ഭുതകരം ഓരോ മകൻ്റെയും വയറിൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മെ കല്ലിൽ നിന്ന് എബ്രാഹിം ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിഞ്ഞു ചെയ്ത് ദൈവത്തിന്റെ വചനത്തിൽ കരുത്തിയാൽ മക്കളില്ലാത്തവർക്ക് യേശുവിന്റെ നാമത്തിൽ മക്കൾ ലഭിക്കട്ടെ. ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ടെസ്റ്റ് എഴുതിയവരെ, ടെസ്റ്റിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തവരെ, ചെയ്യാൻ പോകുന്നവരെ, പ്രത്യേക ഡേറ്റുകളിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതാണ്? യാത്രക്കുള്ള ദിവസങ്ങൾ. ആ ഡേറ്റ് കർത്താവിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സമർപ്പിക്കുക. സമയത്തിൻ്റെ മാതാവ്, സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ഡേറ്റുകളെ സമർപ്പിക്കുക. ചിലപ്പോൾ മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് ആകാം, ചിലപ്പോൾ യാത്രയുടെ ഡേറ്റ് ആകാം, ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ആകാം, ടെസ്റ്റിൻ്റെ ഡേറ്റ് ആകാം, ഓപ്പറേഷൻ്റെ ഡേറ്റ് ആകാം, മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് ആകാം. സമർപ്പിക്കുക. നിൽക്കുക, മൗനമായി പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിച്ച് വിട്ടുപോയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇപ്പോൾ മുട്ടയെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷമങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വചനത്തിൽ ശ്രവിച്ചതുപോലെ നീ ഒരു പ്രാവശ്യം പറയുമ്പോൾ അത് 2 പ്രാവശ്യം കേട്ട് ഉടമ്പടി നിബന്ധനകളെ ഏറ്റവും വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നന്ദിയാരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നന്ദിയാരാധന. പരിശുദ്ധ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും നന്ദിയാരാധന. ആവേ 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 എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒക്ടോബർ 26-ാം തീയതിയാണ് നമ്മൾ കാത്തിരുന്ന ഒരു വർഷത്തിൽ ഒരു ദിവസം മാത്രം നടത്തുന്ന സുപ്രധാനമായ ജപമാല റാലി. 7 മണിക്കാണ് ഇവിടുന്ന് റാലി ആരംഭിക്കുന്നത്. ഈ വർഷത്തെ പ്രത്യേകത, ഈ വർഷം കഴിഞ്ഞ കൊല്ലത്ത് കൂടി പോയ റൂട്ടല്ല, നമ്മൾ പ്രത്യേക റൂട്ടാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ആരും വന്ന് നേരത്തെ തന്നെത്താൻ നടന്ന് തുടങ്ങരുത്. കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന റൂട്ടിൽ കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ. കണ്ട വഴിയൊക്കെ നടന്നാൽ ചിലപ്പോൾ പോലീസ് ചിലപ്പോൾ നിങ്ങൾ തടഞ്ഞെന്ന് വരും. അപ്പോൾ അത് പ്രാർത്ഥനയ്ക്ക് വിഘ്നമാണ്. അപ്പോൾ പൊതു ആയി നമ്മൾ നടക്കുന്ന റൂട്ട് ഉൾപ്പെടെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് ചാനലിലും വിടുക. അപ്പം അതനുസരിച്ച് ആ റൂട്ടിലൂടെയാണ് നിങ്ങൾ നടക്കേണ്ടത്. തീരദേശ റോഡ്, ആലപ്പുഴ അർത്തുങ്കൽ തീരദേശ റോഡ് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇനി അവിടെ കൂടി ആരും അർത്തുങ്കലിൽ പോകരുത്. തീരദേശ റോഡ് കവർ ചെയ്ത് കടലോരത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില സ്ഥലങ്ങളിൽ നല്ല മനോഹരമായ കാഴ്ചയാണ് കടലോരത്ത് കൂടി പോകുന്നത്. പിന്നെ ഇത്തിരി കുഴമണ്ണുണ്ട്. കുഴമണ്ണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് എന്താണ് പറയണമെന്ന് അറിയത്തില്ല. ഞങ്ങളിവിടെ കുഴമണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടിയാൽ കാലിങ്ങനെ ഉതച്ച് പോണ മണ്ണിനാണ് കുഴമണ്ണെന്ന് പറയണത്. പൂഴി. അതപ്പോൾ നിങ്ങൾ ചിലർ കിഴക്കൻ നാട്ടിലൊക്കെ പൂഴിയെന്ന് പറയണത് മണ്ണാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ വ്യത്യാസം ടെർമിനോളജിക്ക്.
അപ്പോൾ ഇവിടെ പുഴു എന്ന് വെച്ചാൽ ചെമ്മണ്ണൊന്നും ഇല്ല ഇവിടെ, സാധാരണ വെള്ള മണ്ണാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് അവിടെ ചിലപ്പോൾ കാല് ഇങ്ങനെ പൂണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് ചെറുതായിട്ട്. ചിലപ്പോൾ ചെരുപ്പ് വള്ളിച്ചെരുപ്പൊക്കെ ആണെങ്കിൽ ചില ചെരുപ്പ് മണ്ണ് അടിക്കും. അപ്പം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും റോഡുണ്ട്, ഒരു 2-3 കിലോമീറ്ററാണ് ഈ മണ്ണൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു കിറ്റ് കൊണ്ടുവരണം. ആ മണ്ണിൽ കയറുമ്പോൾ ചുമ്മാ നടന്നാൽ മതി. എന്നിട്ട് ചെരുപ്പ് ഊരെടുത്ത് കിറ്റിൽ വെക്കാം. കിറ്റിൻ്റെ അകത്ത് ഒരു കിറ്റിൽ വേറെ വെള്ളം വേണം, പിന്നെ ഇത്തിരി ലഘുഭക്ഷണം വേണം, കുട വേണം, തൊപ്പി വേണം. വെയിലുണ്ട്, ചിലപ്പോൾ മഴയുണ്ടാവും, നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. എല്ലാ കൊല്ലം ഇതെല്ലാം ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് കുട, തൊപ്പി, ചെരുപ്പ്, അത് വെക്കാനുള്ള കൂട, ലഘുഭക്ഷണം, ഇതൊക്കെ ഓരോരുത്തരും കരുതുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ കിഴക്ക് തീരദേശ റോഡിലേക്ക് നീണ്ടു കിടക്കുന്ന ഉപ റോഡുകളുണ്ട്, അവിടെയെല്ലാം ആംബുലൻസ് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തല ചുറ്റി വീഴുകയെല്ലാം ചെയ്താൽ ആംബുലൻസിലേക്ക് കൊണ്ടുവന്ന് ആശുപത്രിയിലോട്ട് മാറ്റും ഉടനെ. അതിനുള്ള സംവിധാനമുണ്ട്. അർത്തിങ്കൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കടപ്പുറത്താണ് ചെല്ലണത്. പടിഞ്ഞാറ് കാറ്റായിയുടെയും പടിഞ്ഞാറ് വശത്ത് കൂടി കടൽത്തിട്ടയിലാണ് ചേരണത് നടന്ന്. അവിടെ നിന്നാണ് നമ്മൾ കിഴക്കോട്ട് പള്ളിയിലേക്ക് വരണത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അർത്തിങ്കൽ പള്ളിയിൽ ഗാർഡനുണ്ട്, അപ്പുറത്തിപ്പുറത്തും ഗാർഡനുണ്ട്. അത് കുറേ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്തിരിക്കുന്നതാണ്. അമ്മ കയറി ഇരിക്കുകയൊന്നും ചെയ്യരുത്, ചെടിയുടെ ഒരു ഇല പോലും പൊട്ടിക്കരുത്. അതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. പിന്നെ എല്ലാവരും എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് കുറച്ച് കൃപയുള്ളവർ സ്വരത്തിൽ പ്രാർത്ഥിച്ച് ലീഡർമാരാകണം, മറ്റുള്ളവർക്ക് ആ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥിക്കാനുള്ളവർ. ലോക സമാധാനമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. പിന്നെ നമ്മളുടെ ആത്മശക്തീകരണം, ഉടമ്പടി എടുത്തവരുടെയും എടുക്കാനിരിക്കുന്നവരുടെയും നിയോഗങ്ങളാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് സമർപ്പിക്കുന്നത്. എന്തിനാണ് റാലി നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ റാലിയിൽ വരണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റാലിയുടെ നിയോഗങ്ങൾ ജനറലായിട്ട് ലോകസമാധാനമാണെങ്കിലും അതിൻ്റെ പെർട്ടിക്കുലർ നിയോഗം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തവരും എടുക്കാനിരിക്കുന്നവരുമാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. അത് നിങ്ങളുടെ നിയോഗമാണ് അതിൻ്റെ സമർപ്പിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നിയോഗങ്ങൾ നിവർത്തിയാകാത്ത നിയോഗങ്ങളുണ്ട്. അത് നടക്കാൻ വേണ്ടിയായിരുന്നു പണ്ടും റാലി നടത്തിക്കൊണ്ടിരുന്നത്. അത് കഷ്ടപ്പെട്ട് വേർത്തൊലിച്ച് വെയിലും കൊണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തേകോച്ചിലമായ ഒരു വിശ്വാസ സാക്ഷ്യമാണത്. അതിലൂടെ നിങ്ങൾക്ക് തുരിതുരാ സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കാം. ദൈവം നടന്ന് പോകുമ്പോൾ തന്നെ ഹീലാകുന്ന നടുവേദനക്കാരും എല്ലാം പിറ്റേ ദിവസം മുതൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ കേൾക്കാം. നല്ല രസമാണ്. അപ്പം അതുവരെ തടഞ്ഞു വെച്ചിരുന്ന പല അനുഗ്രഹങ്ങളും റാലിയോടുകൂടി ദൈവം ഏറ്റെടുക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യും. നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. റാലിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ ഞായറാഴ്ചയും ഇവിടെ രാവിലെ കുർബാന ഉണ്ടായിരിക്കും 7:30 മണിക്ക്. എല്ലാ ദിവസവും ഇവിടെ രാവിലെ 7:30 മണിക്ക് കുർബാന ഉണ്ട്. വൈകുന്നേരം 6:30 മണിക്കും കുർബാനയുണ്ട്. അച്ഛനെ കാണാൻ ഉദ്ദേശിക്കുന്നവരെ വിളിച്ച് ചോദിക്കണം. ചില ദിവസങ്ങളിൽ അച്ഛൻ ഇവിടെ ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കണം, അച്ഛനുണ്ടോ ഇല്ലയെന്ന് വിളിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നിങ്ങൾ അച്ഛനെ കാണാനുള്ളവർ വേണ്ടത് ഒന്ന് ഉടമ്പടി അവിടെ അപ്ഡേറ്റ് ആയിരിക്കണം. ഉടമ്പടി ചെയ്തവരെയും പുതുക്കിയവരാണ്. അവരിൽ തന്നെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവരാണ് അച്ഛൻ കാണുന്നത്. കാരണം ഉടമ്പടി പുതുക്കിയത് തന്നെ ആയിരക്കണക്കിനുണ്ട്. അപ്പോൾ പിന്നെ ഉടമ്പടി എടുക്കാത്തവരെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ. അപ്പം അതുകൊണ്ട് തന്നെ ഉടമ്പടിയോട് ബന്ധപ്പെട്ടൊരു ആൾക്കാരാണ് അച്ഛൻ കാണുന്നത്. അപ്പം അതിൽ ഉടമ്പടി അപ്ഡേഷൻ ഉണ്ടാകണം, പുതുക്കിയതായിരിക്കണം. അല്ലെങ്കിൽ ഉടമ്പടി എടുത്താൽ തന്നെയും ആ ഉടമ്പടി പണ്ടൊന്നും എടുത്തിട്ട് ഇപ്പോൾ ഒരു ആവശ്യം ഉണ്ടായപ്പോൾ അത് മരിച്ചുകൊണ്ട് വന്നതൊന്നും നിങ്ങൾ ഉടമ്പടിയിലല്ലല്ലോ. അപ്പോൾ ഉടനെ നിങ്ങൾ പുതുക്കി ഉടമ്പടിയിലാകാൻ നോക്കണം. അപ്പോൾ അത് കാര്യം നിങ്ങൾ ഉടമ്പടി ഉള്ളവർ തന്നെ 10,000 കണക്കിനുണ്ട്. അവരൊക്കെ കണ്ടിട്ട് നിങ്ങളെ കാണാനൊന്നും പറ്റത്തില്ല. കാര്യം ഒരു ദിവസം മാക്സിമം കാണാൻ പറ്റുന്ന 200 പേരെയാണ്. അപ്പോൾ അതിന് ഞാൻ തളർന്നു പോകും ശരിക്കും. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ ചിലപ്പോൾ പണ്ടൊക്കെ 3 പ്രാർത്ഥന കഴിഞ്ഞ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇന്ന് വന്നാൽ ഇന്ന് തന്നെ കാണാൻ പറ്റും. വിഷയം സീരിയസ് ആയാൽ മതി. വിഷയം സീരിയസ് ആകണമെന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ രേഖ, ആ വിഷയം സീരിയസ് ആണെന്നുള്ളതിൻ്റെ രേഖ അവിടെ ഓഫീസിൽ കാണിക്കണം. ചിലപ്പോൾ ഡെപ്റ്റി പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻ്റർവ്യൂയോ ടെസ്റ്റോ ഹോൾ ടിക്കറ്റോ എന്തെങ്കിലും ആയിരിക്കാം. അത് കാണിക്കണം. വിവാഹം നടക്കാത്തവരാണെങ്കിൽ
ഇത് ആദ്യത്തെ വിവാഹമാണോ ഇല്ലയെന്ന് പറയണം, എഴുതി വെക്കണം. രണ്ടാമത്തത് വിവാഹത്തിന് ഇപ്പോഴ് ആദ്യ വിവാഹം കഴിഞ്ഞിട്ട് അത് സഭ അറിഞ്ഞ് പിരിഞ്ഞതാണോ, കത്തോലിക്കരാണെങ്കിൽ സഭ അറിഞ്ഞ് പിരിഞ്ഞതാണോ പിരിയാത്തതാണോ എന്ന് എഴുതണം അതിൻ്റെ അകത്ത്. കാര്യം സഭ അറിഞ്ഞ് പിരിയാത്തതാണ് വീണ്ടും കല്യാണം കഴിക്കാൻ പോകണമെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് കാര്യം. അപ്പോൾ ഇതൊന്നും തരാതെ വല്ല വെള്ള പേപ്പർ തന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ എന്തോ പറ്റാത്ത പാർട്ടിയാണെന്നുള്ളതായിരിക്കും. ഞാൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചില ആൾക്കാർ വിവാഹം നടക്കണില്ല നമ്മൾ വെള്ള പേപ്പർ തരും. അപ്പോൾ അത് എനിക്കങ്ങനെ ചോദിക്കാൻ നേരമില്ല. ആ പേപ്പറെ ഉണ്ടാകണം. നിങ്ങൾ കല്യാണം കഴിച്ചവരാണോ, എന്നിട്ട് പിരിഞ്ഞിട്ട് ഭാര്യനെ കൊണ്ട് വീട്ടിൽ എടുത്തിരിക്കേണ്ട ഭർത്താവായിട്ട് പിരിഞ്ഞ് താമസിക്കുന്ന ആരാണ്, എന്നിട്ട് നിങ്ങൾ രണ്ടാമത്തെ കല്യാണം വേറെ ആരെയും കണ്ടിട്ട് അത് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? അപ്പോൾ അത് എന്താണെന്ന് ഡീറ്റെയിൽസ് ഉണ്ടാകണം അതുമേ. അപ്പോൾ അച്ഛൻ ചില ചോദ്യങ്ങൾ ചോദിക്കും. സഭാവിരുദ്ധമായ ഒരു കാര്യവും ഇവിടെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ ആ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, വിവാഹത്തിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് പറയണം നിങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് കല്യാണം ഇത്രയും നാളെ മുടങ്ങിയതെന്ന് കൂടി നിങ്ങളുടെ ഒരു പേഴ്സണൽ അസസ്മെൻറ്റ് കാണുമല്ല, അത് അതിനകത്ത് എഴുതിയിരിക്കണം. അത് പ്രാർത്ഥിക്കേണ്ട വിഷയമാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അത് പ്രാർത്ഥിക്കും. കാര്യം ഇത്രയും നാൾ നിങ്ങളത് ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ. ഇനി അമ്മയ്ക്ക് മാത്രമല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് കല്യാണം മുടങ്ങിയത്? ചില പെണ്ണുങ്ങൾക്ക്, ചെറിയ പുരുഷന്മാർക്ക് ആരെയും പിടിക്കത്തില്ല. 10-55 കല്യാണം വന്നാലും ആരെയും പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രത്യേകമായ പ്രേയറുണ്ട്, പ്രാർത്ഥനയുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ നിങ്ങളത് എഴുതിയിരിക്കണം. എനിക്ക് എൻ്റെ പ്രശ്നമാണ്, എനിക്കങ്ങനെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക കറസ്പോണ്ടിങ് പ്രേയറുണ്ട് ആ വിഷയത്തിന്. അല്ലെങ്കിൽ നീ മരണം വരെ ഇങ്ങനെ 10-80 ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും അല്ലെങ്കിൽ ഉഡ്ബികളെ കണ്ടുകൊണ്ടിരിക്കും. ആരെയും നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തില്ല. ചിലപ്പോൾ ഒന്നും തൃപ്തിപ്പെടാത്ത ഒരു കാര്യമായിരിക്കും. ഒന്നും മാനസിക രോഗമുണ്ട് ഇവർക്ക്. ചിലപ്പോൾ ഒന്നും തൃപ്തിപ്പെടത്തില്ല. വീട് ഇഷ്ടപ്പെടുന്നില്ല, വഴി ഇഷ്ടപ്പെടുന്നില്ല, വെള്ളം ഇഷ്ടപ്പെടുന്നില്ല, ആകാശം നോക്കിയാൽ മാനം ഇഷ്ടപ്പെടുന്നില്ല, ഒന്നും ഇഷ്ടപ്പെടാത്ത കുറേ മനുഷ്യരുണ്ട്. അപ്പം അങ്ങനെ വല്ല വകുപ്പാണെങ്കിൽ അച്ഛൻ അറിയണം അത്. അപ്പം അതിൻ്റെ അകത്ത് പ്രത്യേക കറസ്പോണ്ടിങ് പ്രേയറുണ്ട്. അല്ലാതെ നിങ്ങളിങ്ങനെ ഒളിച്ചു വെച്ചിട്ട് ഒരു വെള്ളച്ചിട്ട് തന്നിട്ട് കല്യാണം ഒക്കളി തന്നിട്ട് കാര്യമില്ല. വാട്ട് ഈസ് യുവർ എക്സാക്ട് പ്രോബ്ലം, അത് എന്നോട് പറയണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ റാലിയിലെ ദിവസങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന, റാലിയുടെ സുരക്ഷത്തിന് വേണ്ടിയും റാലിയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിൽ പങ്കെടുക്കുന്നവരും വോളണ്ടിയേഴ്സും എല്ലാവരും. ഞാൻ പാലാ രൂപത ഭരണങ്ങാനത്ത് നിന്ന് വരുന്നു. കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഓഗസ്റ്റ് 26, 2024 ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. വരുമ്പോൾ ഉള്ള എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ആത്മീയ മേഖലയിലുള്ള ഉണർവ് തന്നെയായിരുന്നു. ഞാൻ മാതാവും ഈശോയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ കൂടി ആന്തരിക സൗഖ്യധ്യാനങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി കുറച്ച് നാൾ കഴിയുമ്പം ഞാനൊരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. അതെനിക്ക് ആത്മീയപരമായി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം ഈശോയുടെ കൂടെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടിക്ക് എടുക്കാൻ വേണ്ടി വന്നത് തന്നെ. നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമായതുകൊണ്ടും ഉടമ്പടി ലംഘിക്കരുത് എന്നുള്ളത് കൊണ്ടും ഞാൻ എന്തായാലും അത് പാലിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഈശോയുടെ അടുത്ത് കൂടുതൽ ഇരിക്കാം, അല്ലെങ്കിൽ ഈശോയുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എനിക്ക് മിസ്സാവത്തില്ല. ആ ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നത്. 6 നിയോഗങ്ങൾ എഴുതാമെന്നുള്ളത് കൊണ്ട് എൻ്റെ ആത്മീയ മേഖല കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ എഴുതാൻ തുടങ്ങി. ഞാനിവിടെ വെച്ച നിയോഗങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ MG യൂണിവേഴ്സിറ്റി കോട്ടയം സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിലെ റിസർച്ച് സ്കോളറാണ്. ഞാനവിടെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ PhDയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് ഒരു റിസർച്ച് ഫണ്ട് സാങ്ഷൻ ആവുകയും ബെസ്റ്റ് റിസർച്ച് ഇന്നോവേറ്റീവ് പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡൊക്കെ കിട്ടി. അപ്പം അതിനോടനുബന്ധിച്ച് ഞാനൊരു ഇന്ത്യൻ പേറ്റൻറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അപേക്ഷ സമർപ്പിക്കുമ്പം എനിക്കറിയില്ല, ആസ് പെർ ദ ഇന്ത്യൻ പേറ്റൻറ്റ് റൂൾ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ നോട്ട് പേറ്റൻറ്റബിൾ എന്ന്. കാരണം നമ്മളുടെ ഈ ഒരു ജേർണി ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ അറിയാണ്ട് ഇതിനകത്ത് വന്ന് പെട്ടുപോയ ആളാണ്. ലൈക്ക് പേറ്റൻറ്റ് എന്താണെന്നോ, സോഫ്റ്റ്വെയർ ഫീൽഡിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിന് പേറ്റൻറ്റ് ഒരിക്കലും കിട്ടില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഞാൻ പേറ്റൻറ്റ് ഫയൽ ചെയ്തു. ഓൾമോസ്റ്റ് 2 lakhs അടുത്ത റുപ്പീസ് യൂണിവേഴ്സിറ്റിയും കേരള സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതല്ലാണ്ട് എൻ്റെ റിസർച്ചിൻ്റെ എല്ലാ എക്സ്പെൻസും കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിന്ന് എനിക്ക് മീറ്റ് ചെയ്തു. അപ്പം ഇൻ കേസ് ഈ പേറ്റൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെല്ലാം ആൻസറബിൾ ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ പല ഹിയറിങ്ങും ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ത്യയിൽ ആകെപ്പാടെ 4 ടോപ്പ് മോസ്റ്റ് കമ്പനീസിന് മാത്രമേ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം ബേസ്ഡ് പേറ്റൻറ്റ്സ് കിട്ടിയിട്ടുള്ളൂ. അത് മൈക്രോസോഫ്റ്റ്, ബ്ലാക്ക്ബെറി പോലുള്ള ബിഗ് ഷോട്ട് കമ്പനീസ് മാത്രമാണ്.
ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യത്തേയില്ല. പക്ഷേ ഇതറിയാതെ ഞാൻ ഇതിനകത്ത് പെട്ടുപോയതുകൊണ്ട് എനിക്കിനി ഇത് കിട്ടാണ്ട് വേറെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അപ്പോൾ എൻ്റെ ഭൗതികമായ കാര്യങ്ങൾ ഞാൻ എഴുതിയ കൂട്ടത്തിൽ ഞാൻ എൻ്റെ പേറ്റൻറ്റിനെ എല്ലാം സമർപ്പിച്ച് ഞാൻ മാതാവിൻ്റെ അടുത്ത് അപേക്ഷ വെച്ചു. അങ്ങനെ ഇതിൻ്റെ ഓരോ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം എടുത്തു, ഉപ്പ് ഉപയോഗിച്ചു. അത് അങ്ങനെയാണ് ഞാനൊരു മോർ ദാൻ 500 നമ്പർ ഓഫ് പേജസ് ഇതിനു വേണ്ടി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പേജ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്കറിയാം, എനിക്ക് മനസ്സിലായി നോർമൽ രീതിയിൽ ഇത് നടക്കുന്ന സംഭവമല്ല. എൻ്റെ ഫോർമുലാസ് ഒന്നും വർക്കാവില്ല. മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് ഒൺലി ബൈ ഗ്രേസ് എന്നുള്ള ഒറ്റ ഫോർമുല മാത്രമേ ഇതിനകത്ത് വർക്ക് ആവുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. അപ്പോൾ ഓരോ ഹിയറിംഗ് കഴിയുമ്പോഴും പേറ്റൻറ്റ് ഓഫീസിൽ നിന്ന് കൺട്രോളർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹൗ ദിസ് ഇസ് പോസിബിൾ മിൻറ്റു എന്ന് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. കാരണം ഇതൊരു സോഫ്റ്റ്വെയർ ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണെന്ന് മനസ്സിലായി. ഓക്കെ വിൽ സീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 സ്കോപ്പ് പോലും ഇല്ലാണ്ട് പുള്ളി ലാസ്റ്റ് ഹിയറിംഗ് സ്റ്റോപ്പ് ചെയ്തു. അതൊരു ജൂൺ 16-ാം തീയതി ആയിരുന്നു. ജൂൺ 17-ാം തീയതി രാവിലെ ഞാൻ കൃപാസനത്തിൽ വന്നു. ഞാൻ വന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫോർമുലയൊക്കെ ഫെയിലായിട്ടോ, ഇനി നിൻ്റെ ഫോർമുല മാത്രമേ വർക്കൗട്ട് ആവുള്ളൂ. അപ്പം ഇനി ഞാൻ വരുന്നത് ഇനി ഇവിടെ സാക്ഷ്യം പറയാനായിരിക്കണം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഞാൻ നെഹെമിയ 1:11 ആ ഒരു വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ, ഈ ദാസൻ്റെ മേലും കരുണയായിരിക്കണമേ, ആ മനുഷ്യന് എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിട്ടൊരു വാക്യമാണത്. അപ്പോൾ അതിൽ പറയുന്നത്, ഞാൻ ആ കൺട്രോളറെ, ഞങ്ങളുടെ പേറ്റൻറ്റ് ഓഫീസിൽ നിന്നുള്ള കൺട്രോളറിനെ സമർപ്പിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധൈര്യം ആവശ്യമുള്ള സമയത്തും ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ബൈബിൾ എടുത്ത് ഞാൻ വായിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ എനിക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി. മാത്രമല്ല ഈ ഹിയറിങ്ങിൻ്റെ ഡ്രാഫ്റ്റ് ഒരു 15 ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ലാസ്റ്റ് മിനിറ്റ് വരെ ഞാൻ മിസ്സായി പോയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററൊക്കെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു, മാതാവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഞാനങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഡ്രാഫ്റ്റെല്ലാം സബ്മിറ്റ് ചെയ്തു. ലാസ്റ്റ് ഞാൻ ഈ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് നിന്ന് ഭരണങ്ങാനം വരെ പോകുന്നത് ഡ്രൈവ് ചെയ്താണ്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ത്രൂ ആയിട്ട് കരയുക. കാരണം എനിക്കറിയാം ഒന്നുമില്ല, ലൈക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്ന ഒരു മാറ്ററേ അല്ല, ഇതൊരു 0 ചാൻസ് മാത്രമാണ്. മാതാവ് ഇറങ്ങി വരാണ്ട് എനിക്ക് ഒന്നും കിട്ടത്തില്ല എന്നുള്ളൊരു റീസൺ എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ഈ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാനൊരു 1 ഇയറായി ഉടമ്പടിയിൽ തന്നെയാണ്. അപ്പം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉടമ്പടിയിലാണ്. എല്ലാവരും ഞങ്ങൾ കുർബാനയും കുമ്പസാരവും എല്ലാം ആയിട്ട് വളരെ നല്ല ആത്മീയ ജീവിതം നയിക്കുന്നവരാണ്. ഇവർക്കെല്ലാവർക്കും മാതാവിൻ്റെ സുഗന്ധ തൈല അഭിഷേകവും മഴവില്ലും എല്ലാം കാണുന്നുണ്ട്. എനിക്ക് മാത്രം ഇന്നേ വരെ ഇതൊന്നും കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ ഉള്ളിൽ അതൊരു ഭയങ്കര സങ്കടമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പേറ്റൻറ്റിൻ്റെ ഫയലൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ തിരിച്ച് കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് എനിക്ക് കുറേ തവണ, ഓൾമോസ്റ്റ് ഒരു 10 ടൈംസ് എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി, ഓക്കെ മാതാവിൻ്റെ ഫോർമുല വർക്കൗട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി എനിക്ക് എന്തായാലും പേറ്റൻറ്റ് കിട്ടും എന്നുള്ള ധൈര്യത്തിൽ ഞാനിരുന്നു. ജൂലൈ 15 എനിക്ക് ഇന്ത്യൻ പേറ്റൻറ്റ് ഓഫീസിൽ നിന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേറ്റൻറ്റ് സാങ്ഷൻ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് ഇന്ത്യയിൽ 5ാമത്തെ കംപ്ലീറ്റ്ലി സോഫ്റ്റ്വെയർ ഡിപ്പെൻഡൻറ്റ് പേറ്റൻ്റ് ആണ്. ഇതുവരെ കിട്ടിയിട്ടുള്ളത് മൈക്രോസോഫ്റ്റിനും ബ്ലാക്ക്ബെറി, എറിസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പ് മോസ്റ്റ് കമ്പനിക്ക് മാത്രം. MG യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ കിട്ടുന്ന ഏറ്റവും ആദ്യത്തെ പേറ്റൻ്റ് ആണ്. അങ്ങനെ ഒരു ചരിത്രമായി മാറാൻ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ വലിയ അനുഗ്രഹം നൽകി, എന്നെ അനുഗ്രഹിച്ചു. ഈ PhDയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കുറേ മിനിമം ക്രൈറ്റീരിയാസ് വേണം. ജേണൽ പബ്ലിക്കേഷൻസ്, പേപ്പർ പ്രസൻറ്റേഷൻസ്, ഇതെല്ലാം ഈ ഒരു ഇവിടെ എന്ന് ഉടമ്പടി ഞാൻ എടുത്തോ അന്ന് മുതൽ എൻ്റെ പേപ്പർ പബ്ലിഷ് ആവാൻ തുടങ്ങി. അന്ന് മുതൽ എനിക്ക് കോൺഫറൻസ് പ്രസൻറ്റേഷൻസ് കിട്ടാൻ തുടങ്ങി. ദെൻ എനിക്കൊരു ബെസ്റ്റ് പേപ്പർ അവാർഡ് കിട്ടി. പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രൈമറി ഡേറ്റാ സെറ്റിലാണ്. PhD ചെയ്യുന്നവർക്കറിയാം, പ്രൈമറി ഡേറ്റാ സെറ്റിൽ നമുക്ക് കുറേയേറെ ഇഷ്യൂസ് വരും. ആ ഒരു ഡേറ്റയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളുടെ അവിടെ 25 പേര് റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് 24 പേരും സെക്കൻഡറി ഡേറ്റയിലാണ് ചെയ്യുന്നത്. ഞാൻ ഒരൊറ്റ ആൾ മാത്രമേ പ്രൈമറി ഡേറ്റയിൽ ചെയ്യുന്നുള്ളൂ. എല്ലാവരും സൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ മാത്രം അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിലാണ്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. പക്ഷേ ആ ഒരു 2 പോയിന്റിലാണ് എനിക്ക് ഇന്ത്യൻ പേറ്റൻറ്റ് സാങ്ഷനായി കിട്ടിയത്. അപ്പോൾ എന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അതെല്ലാം ഞാൻ എൻ്റെ വീക്ക് പോയിന്റ് എൻ്റെ അല്ലെങ്കിൽ എനിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് എന്താണോ അതിൽ തന്നെ എനിക്ക് നോവൽറ്റി, ഇൻ്റർനാഷണൽ ലെവലിലുള്ള വർക്കുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോവൽറ്റി അപ്രൂവ് ചെയ്യുകയും എനിക്കത് സാങ്ഷനായി കിട്ടുകയും ചെയ്തു. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ ഈശോ ജീവിക്കുന്ന ഈശോയാ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോ കേൾക്കുന്നുണ്ട്, അവൻ അതിന് ഉത്തരം തരും. യെശയ്യാ 45:2-3 തിരുവചനങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളമാതിരികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. മിൻറ്റു മോബി എന്ന ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യം അവളുടെ ഈ അക്കാഡമിക് എക്സലൻസിൽ എത്ര കണ്ട് അമ്മ മാതാവിൽ ആശ്രയിക്കുകയും
എല്ലാവരും ഒരുപക്ഷെ കിട്ടില്ല, നടക്കില്ല എന്ന് പറഞ്ഞ ഒരു സവിശേഷമായ, വളരെ ശ്രമകരമായ, അപൂർവമായ ഒരു പേറ്റൻ്റ് കമ്പ്യൂട്ടർ മേഖലയിൽ ഇന്ത്യയിൽ തന്നെ 5ാമതായി നേടിയെടുക്കുവാൻ മകളുടെ ഗവേഷണ പഠനത്തിൻ്റെ ഭാഗമായി സാധിച്ചതിൻ്റെ സന്തോഷമുള്ള സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. മകൾ പറഞ്ഞ ഓരോ വാക്കിലും അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഉടമ്പടി എടുത്തതുപോലും ആത്മീയ ഉണർവോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് ആത്മാവിനെ കൊടുക്കുവാൻ പറ്റുന്ന വിധം ശുദ്ധതയിൽ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ്. ഓരോ സമയത്തും നല്ല ആത്മീയതയിൽ തന്നെ വളർന്നു വന്ന കുടുംബത്തിൽ ആ ആത്മീയതയെ അല്പം കൂടി ജ്വലിപ്പിച്ച് ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടിയാണ് മകൾ ഉടമ്പടി എടുക്കുന്നത്. മകൾ പെറ്റന്റിന് വേണ്ടി അപ്ലൈ ചെയ്യുവാനുള്ള ബിഗിനിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും മകളുടെ വിചാരത്തിൽ പോലുമില്ല, അറിവിൽ പോലുമില്ല അത് നടക്കാത്തൊരു കാര്യമാണ്, ആ മേഖല പോലും അത് അന്യമായി നിൽക്കുന്നൊരു മേഖലയാണെന്ന്. എന്നാൽ ഓരോ തവണയും മകൾ നയിച്ചത് ഈശോയാണെന്ന്, മകളുടെ കരം പിടിച്ച് ധൈര്യപ്പെടുത്തിയത് അമ്മ മാതാവാണെന്ന്, 500 പേജോളം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോന്നും തയ്യാറാക്കുമ്പോൾ അമ്മ തന്നെ നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചവർ നോക്കാമെന്ന പ്രത്യാശ കൊടുത്തുകൊണ്ട് മകളുടെ ആ വർക്കിനെ റിജക്റ്റ് ചെയ്യാതെ മുന്നോട്ട് പ്രൊലോങ് ചെയ്യുകയും ചെയ്തു. മകൾ പറയുന്നുണ്ട്, അവസാനം ഇതെല്ലാം ഞാൻ കൊടുത്തതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മുഴുവൻ സമയവും ഞാൻ കരയുകയായിരുന്നു. കാരണം നിരാശയുടെ കരച്ചിലല്ല, മാനുഷികമായ കണ്ണുകളിൽ ലഭിക്കാത്തൊരു കാര്യത്തിന് വേണ്ടി തപസ് പോലെ അധ്വാനിച്ചതിൻ്റെ സന്തോഷം. എന്നാൽ ഇത് ഏൽപ്പിക്കുമ്പോൾ ഇതൊരു പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് കിട്ടില്ല, എനിക്ക് വേണ്ടി ഒത്തിരി പേർ പണം, അവരുടെ സമയം, അധ്വാനം ഒക്കെ മുടക്കിയിട്ടുണ്ട്, എങ്കിലും അതിനും എനിക്ക് ഉത്തരം കൊടുക്കുവാൻ എന്താ ഉള്ളത്? ഇതൊക്കെ ഒത്തിരി ഒരു കടൽ പോലെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അലയടിക്കുമ്പോൾ മകൾ നിലവിളിച്ചുകൊണ്ടാണ് മകൾ പോയതെന്ന് മകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും അമ്മ മാതാവ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഏതൊരു പദ്ധതിക്കും വാതിലുകളെല്ലാം അടച്ചുവെന്ന് എല്ലാവരും പറയുമ്പോഴും ഒരു വാതിൽ തുറക്കുവാനുള്ള വഴി അമ്മ അതിനകത്ത് കണ്ടെത്തിയിരിക്കും. മകളതാ പറയുന്നത്, വളരെ നിസ്സാരമായി, അധികം ആരും എങ്ങും പ്രഷറൊന്നും ചെലുത്താതെ മകൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്നും മകളുടെ ആ റിസർച്ചിന് പേറ്റന്റ് നൽകുവാൻ തീരുമാനിച്ചതാണ്. ആ റൈറ്റ് ടു ഇൻ്റലക്റ്റ്, റൈറ്റ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അതിന് പ്രകാരം മകള് ഇന്നൊവേറ്റീവായി കണ്ടെത്തുന്ന ആ ഗവേഷണ പ്രബന്ധത്തിനുള്ള അംഗീകാരത്തിലേക്കാണ് അതിനെ കൊണ്ടുവന്നെത്തിക്കുന്നത്. ചെറിയ കാര്യമല്ലത്, അത് വളരെ ശ്രമകരമായ, ഒരുപക്ഷെ ഈ മേഖലയിൽ തന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ മകൾക്ക് ലഭിക്കുന്ന വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ അനുഭവമാണ് മകൾ പങ്കുവെച്ചത്. അത് മാത്രമല്ല, മകൾ പറയുന്നുണ്ട്, റിസർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ അതിന് പേപ്പറുകൾ ജേണലുകളിൽ പബ്ലിഷ് ചെയ്യുവാൻ, സെമിനാറുകളിൽ എടുക്കുവാൻ അതിനുള്ള അവസരങ്ങളൊക്കെയും അമ്മ മാതാവ് ഒന്നിനു പുറകെ ഒന്നായി നിരന്തരം നൽകിക്കൊണ്ട് തൻ്റെ ആ പഠന മേഖലകളെ കൂടുതൽ എക്സൽ ചെയ്യുന്നതിന് വേണ്ടി അമ്മ സഹായിച്ചതിനെയാണ്. ശരിക്കും ഈ സാക്ഷ്യം മകളുടെ PhDക്ക് ശേഷം പറയുന്നൊരു സാക്ഷ്യമാണ്. എന്നാൽ ഇത് ഇപ്പോൾ പറയുന്നതിൻ്റെ തനിമ, ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പേറ്റൻറ്റ് കിട്ടുക എന്ന ഈ പ്രോസസ്സ് അതത്ര എളുപ്പമല്ല, അതങ്ങനെ കിട്ടാൻ പറ്റുന്നൊരു കാര്യവുമല്ല. അതിൽ അമ്മയുടെ ശക്തമായ ഇടപെടൽ, നിരന്തരമായ സംരക്ഷണം, മകളുടെ കഴിവിനപ്പുറം ദൈവകൃപ കൊണ്ട് നിറച്ചു കൊടുത്ത് അനുഗ്രഹിച്ചതിൻ്റെ സന്തോഷമാണ് ഈ സാക്ഷ്യത്തെ വ്യത്യസ്തമാക്കുക. അതുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ